നമസ്കാരം. പാറശാല MLA സഭയിൽ കിടന്ന് ഉറങ്ങിയോ? സൈബർ ഇടത്തിൽ പ്രചരിക്കുന്ന ചിത്രത്തിന്റെ വസ്തുത എന്താണ്? ഇയാളെ കൊണ്ടൊരു ഗുണമില്ല, കണ്ടില്ലേ ജയിപ്പിച്ചു വിട്ട ജനങ്ങൾ സഭയിൽ കിടന്ന് ഉറങ്ങുന്ന ഹരീന്ദ്രനെ എന്ന രീതിയിലുള്ള പല പോസ്റ്റുകളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ കാണാൻ ഇടയായി. എന്താണ് ചിത്രത്തിന്റെ വസ്തുത എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അതാദ്യം ഞാനൊന്ന് വായിക്കാം, ശേഷം ചിലതൊക്കെ പറയാനുമുണ്ട്. കഴിഞ്ഞ ദിവസം നിയമസഭാ സമ്മേളനത്തിനിടെയുള്ള ഏതാനും സെക്കൻഡുകളുടെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ഡെങ്കിപ്പനി ബാധിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചക്കാലം നെയ്യാറ്റിൻകര നിംസ് ആശുപത്രിയിൽ അഡ്മിറ്റായി ചികിത്സയിലായിരുന്നു ഞാൻ. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം വിശ്രമം ആവശ്യമായിരുന്നെങ്കിലും സംസ്ഥാന ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട സുപ്രധാന ചർച്ചകൾ നടക്കുന്നതിനാലും ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടതുണ്ടെന്ന ബോധ്യത്താലുമാണ് പൂർണ്ണമായി ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കുന്നതിന് മുമ്പ് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത്. ആ ദിവസവും സഭയിൽ സാന്നിധ്യം രേഖപ്പെടുത്തുക മാത്രമല്ല, ബഡ്ജറ്റ് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയും പാറശാല നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ മണിക്കൂറുകളോളം നീണ്ടുനിന്ന സഭാ നടപടികൾക്കിടയിലെ ഏതാനും നിമിഷങ്ങൾ മാത്രം അടർത്തിയെടുത്ത് പ്രചരിപ്പിച്ചാണ് ചിലർ വില കുറഞ്ഞ രാഷ്ട്രീയ പ്രചാരണത്തിന് ശ്രമിക്കുന്നത്. പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലം മുതൽ ജനങ്ങളോടുള്ള ഉത്തരവാദിത്ത ബോധമാണ് എന്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകർന്നിട്ടുള്ളത്. ജനപ്രതിനിധി എന്ന നിലയിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ ആരോഗ്യ പ്രശ്നങ്ങളോ വ്യക്തിപരമായ ബുദ്ധിമുട്ടുകളോ ഒരിക്കലും തടസ്സമാകരുതെന്ന നിലപാടാണ് എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ചികിത്സയിലായിരുന്ന സാഹചര്യത്തിലും വിശ്രമം തുടരുന്നതിന് പകരം നിയമസഭയിലെത്തി ജനങ്ങളുടെ ശബ്ദമാകാൻ ഞാൻ ശ്രമിച്ചത്. രോഗാവസ്ഥയിൽ നിന്നുള്ള ശാരീരിക ക്ഷീണം ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ മനുഷ്യത്വപരമായി കാണുന്നതിന് പകരം പരിഹാസത്തിനും വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്കുമായി ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ സംസ്കാരത്തിന് ചേർന്നതല്ല. പൊതുജീവിതത്തിൽ പ്രവർത്തിക്കുന്നവർ വിമർശനങ്ങൾക്ക് അതീതരല്ല. എന്നാൽ വിമർശനം വസ്തുതകളുടെയും രാഷ്ട്രീയ നിലപാടുകളുടെയും അടിസ്ഥാനത്തിലാകണം. ഒരു മനുഷ്യന്റെ ആരോഗ്യ പ്രശ്നങ്ങളെ പോലും രാഷ്ട്രീയ ആയുധമാക്കേണ്ടി വരുന്നത് നമ്മുടെ പൊതുസമൂഹം ഗൗരവമായി വിലയിരുത്തേണ്ട വിഷയമാണ്. എന്റെ ആരോഗ്യനിലയെക്കുറിച്ച് അന്വേഷിക്കുകയും ആശങ്ക പങ്കുവെക്കുകയും വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അതേ ആത്മാർത്ഥതയോടെയും പ്രതിബദ്ധതയോടെയും തുടർന്നും നിർവഹിക്കുമെന്ന ഉറപ്പോടെ നിങ്ങളുടെ സ്വന്തം CK ഹരീന്ദ്രൻ എന്നാണ് എന്തായാലും അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. നോക്കൂ, പാറശാല MLAക്കെതിരെ നടത്തിയിട്ടുള്ള ഈ സൈബർ ആക്രമണത്തിന്റെ പേജുകളുടെയും നടത്തിയിട്ടുള്ള ആളുകളുടെയും ഒക്കെ ഞാൻ രാഷ്ട്രീയം പരിശോധിക്കുകയുണ്ടായി. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. BJPയും അതുപോലെ തന്നെ UDF സൈബർ വെട്ടുക്കിടികളുമാണ് ഇത്തരത്തിലുള്ള മോശമായ തരം താഴ്ന്ന ഒരു രാഷ്ട്രീയ കളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇവർക്ക് മാത്രം ഇങ്ങനെ സാധിക്കുന്നതെന്ന് എനിക്ക് അങ്ങനെ അതിശയം തോന്നാറില്ല കേട്ടോ. കാരണം ഇവർക്ക് മാത്രം ഇത് സാധിക്കൂ എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. നമ്മൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മളത് കണ്ടതല്ലേ. കേരളത്തെ ഏറെ പിടിച്ചു കുലുക്കിയ ഒരു മഹാ ദുരന്തമായിരുന്നില്ലേ വയനാട് സംഭവിച്ചത്? അന്ന് അങ്ങനെ സംഭവിക്കുമ്പോൾ അന്നത്തെ ഗവൺമെന്റ് അന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്തായിരുന്നു? അതായത് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട നിരവധി ആളുകൾ ജീവന് വേണ്ടി മല്ലിടുകയാണ്. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, അതായത് രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കും എന്ന് ഉറപ്പുള്ള ആളുകൾ ഈ ദുരന്തമുഖത്തേക്ക് വരണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെയാണ് പല യുവജന സംഘടനകൾ, SFI, DYFI, അങ്ങനെ എല്ലാ പാർട്ടിക്കാരും കേട്ടോ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തി. ദിവസങ്ങൾ കടന്നുപോയപ്പോൾ എന്താണ് സംഭവിച്ചത്? രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു 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 കൃമി അങ്ങോട്ടേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി. ആ പാഷാണത്തിൽ കൃമി അവിടെ എത്തിയ സമയം മുതൽ അവിടെ പിന്നീട് അതിനെയൊക്കെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് തരം താഴ്ന്ന രാഷ്ട്രീയ കളികൾ ആരംഭിച്ചു. പിന്നെ മുഴുവൻ കുറ്റവും കുറച്ചിലുമായി മാറി. പിന്നീട് എങ്ങനെ ഈ വയനാട് ദുരന്തത്തെ രാഷ്ട്രീയ ആയുധമാക്കി സർക്കാരിനെ ആക്രമിക്കാൻ കഴിയും എന്നതിനെ പറ്റിയുള്ള പല സ്റ്റഡികളുമായി സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം ആളുകൾ രംഗത്തെത്തി പല രീതിയിലുള്ള ആക്രമണങ്ങൾ സർക്കാരിനെതിരെ നടത്തിക്കൊണ്ടിരുന്നു. അപ്പോഴും സർക്കാർ അതിനെങ്ങനെയാണ് പ്രതിരോധിച്ചത്? സർക്കാർ മാത്രമല്ല, വയനാട്ടിലെ ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകളും എങ്ങനെയാണ് പ്രതിരോധിച്ചത്? ഇവർ വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കുകയാണ്. ഇവർ ദുരന്തത്തിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യുന്നവരാണ്. ഇവരെ കരുതിയിരിക്കുക എന്ന് പറഞ്ഞായിരുന്നു അന്ന് പ്രതിരോധിച്ചത്. ഇന്ന് വയനാട് ടൗൺഷിപ്പ് യാഥാർത്ഥ്യമായിരിക്കുന്നു. മാത്രവുമല്ല, അവരെ എല്ലാവരെയും ആ സർക്കാർ ചേർത്ത് നിർത്തിയിരിക്കുന്നു. ഇപ്പൊ എവിടെ പോയി രാഹുൽ മാങ്കൂട്ടവും സംഘവും ഒക്കെ? രാഹുൽ മാങ്കൂട്ടം ഇപ്പൊ വീട്ടിനകത്തിരിക്കുകയാണ് കേട്ടോ. പുള്ളിയുടെ കയ്യിലിരിപ്പ് നല്ല അടിപൊളി ആയതുകൊണ്ടേ അറിയാലോ. മൂപ്പരിപ്പോ വീടിനകത്ത് തന്നെയാണ്. എന്താണ് ആ കയ്യിലിരിപ്പിന്റെ ഒരു ഭാഗമായിട്ട് സംഭവിച്ചതെന്നും എന്തായിരുന്ന കയ്യിലിരിപ്പെന്നൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ലേശം ആയതുകൊണ്ട് പറയുന്നില്ല. അപ്പോ
എന്തായാലും ഈ ഇത്തരത്തിലുള്ള കൃമികീടങ്ങളാണ് ഈ രാഹുൽ മാങ്കൂട്ടം ഒക്കെ അടവെച്ച് വിരിയിപ്പിച്ച് ഇറക്കി വിട്ടിട്ടുള്ള പല ആളുകളൊക്കെയാണ് ഇത്തരത്തിലുള്ള തരം താഴ്ന്ന രാഷ്ട്രീയ കളി കളിക്കുന്നത്. ഇതിപ്പോ ആ വിഷയത്തിൽ മാത്രമാണോ ഈ പറയുന്നത് പോലെ സൈബർ ആക്രമണങ്ങൾ നടത്തുന്നത്? ഈ ഈ UDFന്റെ അല്ലെങ്കിൽ BJPയുടെ സൈബർ സംഘങ്ങൾക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അവർ വേട്ടയാടുന്ന ശൈലി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഒരു രാഷ്ട്രീയ നേതാവിനോട് വിരോധമുണ്ടെങ്കിൽ, ഒരു രാഷ്ട്രീയക്കാരനോട് വിരോധമുണ്ടെങ്കിൽ അയാളെ മാത്രമല്ല ഇവർ വേട്ടയാടുക, ആ വീട്ടിലുള്ള ആളുകളെ കൂടി വേട്ടയാടുന്ന സാഹചര്യമുണ്ട്. നോക്കൂ, സരിൻ കോൺഗ്രസ് വിട്ട് LDFിലേക്ക് വരുന്നു, CPMലേക്ക് വരുന്നു. ആ ഘട്ടത്തിൽ സരിനെതിരെ മാത്രമായിരുന്നു അന്ന് സൈബർ ആക്രമണം നടത്തിയതല്ല. ഒരു രാഷ്ട്രീയവും ഇല്ലാത്ത സരിന്റെ ഭാര്യ സൗമ്യ സരിനെ പോലും വലിയ രീതിയിൽ തന്നെ സൈബർ ആക്രമണങ്ങൾക്ക് വിധേയമാക്കി. ഈ കാണുന്ന വെട്ടുക്കിളികൾ, കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലുകൾ നമ്മൾ കണ്ടതാണ്. വളരെ മോശമായിട്ടുള്ള അശ്ലീല പോസ്റ്റുകളും കമന്റുകളും ഒക്കെ ഇട്ട് സൗമ്യ സരിനെയും അതുപോലെ തന്നെ സരിനെയും ഒക്കെ ആക്രമിച്ചവരെ നമ്മൾ മറന്നിട്ടില്ല. അതുകൊണ്ട് ഏത് തരം താഴ്ന്ന രാഷ്ട്രീയ കളിക്കും. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഈ വാർത്തയുടെ അടിയിൽ പോലും ഇവർ ഇട്ടുകൊണ്ടിരിക്കുന്ന പല കമന്റുകളും ഒക്കെ കാണുമ്പോൾ ഞാൻ തന്നെ അതിശയിച്ചു പോകാറുണ്ട്. കാരണം എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം രാഷ്ട്രീയം പറയാനുള്ള, നിലപാട് പറയാനുള്ള, ആശയങ്ങൾ പങ്കുവെക്കാനുള്ള, അഭിപ്രായം പങ്കുവെക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിലാണ് ഞാൻ നിങ്ങളും ഒക്കെ ജീവിക്കുന്നത്. പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് രാഹുൽ ഈ പറയുന്നത് പോലെ അടിയിൽ വരുന്ന കമന്റുകൾക്ക് റിപ്ലൈ കൊടുക്കാത്തത്. ചിലർ വിളിക്കുമ്പോഴൊക്കെ ചോദിക്കും. ഞാൻ പറയുന്നത് പോലെ തന്നെ അവർക്കും പ്രതികരിക്കാനുള്ള, അവർക്കും സംസാരിക്കാനുള്ള ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഈ നാട്ടിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അത് കുറച്ചുകൂടി മാന്യമായിരിക്കണം എന്ന ഒരു അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ. ഈ മാന്യത കുറഞ്ഞു പോകുന്നത് ഒരു സംസ്കാര ശൂന്യമായിട്ടുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ സംസ്കാരം കുറഞ്ഞു പോയതിന്റെ ഒക്കെ ഭാഗമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും എന്താ പറയാ, ഒരേ അച്ഛന്റെ അമ്മയുടെ ഒക്കെ മക്കളാകണം അല്ലെങ്കിൽ അങ്ങനെ ആകണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അത്തരം വിഷയങ്ങളൊന്നും പ്രതികരിക്കാത്തത്. കാരണം അവരെയൊക്കെ നമുക്ക് പറഞ്ഞ് പെട്ടെന്ന് മനസ്സിലാക്കാനോ അവരെയൊക്കെ നമുക്ക് പെട്ടെന്ന് നേരിന്റെ വഴിയിലൂടെ നടത്താനോ അല്ലെങ്കിൽ അവരെയൊക്കെ നമുക്ക് എന്താ പറയാ ഈ കാര്യങ്ങളെ പറഞ്ഞ് പ്രതിഫലിപ്പിച്ച് മനസ്സിലാക്കി കൊണ്ടുവരാൻ വലിയ പാടാണ്. ആ സമയം ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു മങ്കീനെ പഠിപ്പിച്ച് ഡോക്ടറാക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. അപ്പോ ഈ ദുരന്തം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോഗ്യ അവസ്ഥ മോശമായിട്ടുള്ള സാഹചര്യം എന്നുള്ളതൊക്കെ ഇവരെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമേ അല്ല. അത്തരം വിഷയങ്ങളൊക്കെ ഇവർ നോക്കിക്കാണുന്നത് മറ്റൊരു കണ്ണിലൂടെയാണ്. ആ കണ്ണിലൂടെ നമുക്ക് നോക്കി കാണാൻ കഴിയാത്തതാണ് നമ്മൾ ഇവരും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതിന് ആദ്യം മനുഷ്യനാകണം എന്നാണ് പറയാനുള്ളത്. ഈ പറയുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വരാമെന്നേ. അത് നാളെ UDFിലുള്ളവർക്കും വരാം, അല്ലെങ്കിൽ BJPയിലുള്ള ആളുകൾക്കും വരാം. പക്ഷേ അതൊന്നും ചിന്തിക്കാതെ ഇപ്പോഴും ഇത്തരത്തിലുള്ള വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കുന്ന ഈ 2026 ഇത്തരം സൈബർ വെട്ടുക്കിളികളൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, അല്ലെ എന്താണ് പറയാ? മാത്രമല്ല ഇപ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും LDFിനെ ഇവർ എത്രത്തോളം ഭയക്കുന്നു എന്നുള്ളതാണ് ഇത് കാണിച്ചു തരുന്നത്. എത്രത്തോളം ഇവർ LDF MLA-മാരെ ഭയക്കുന്നു എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. കാരണം ഒരു മാസം കൊണ്ട് തന്നെ ഈ സർക്കാർ ആടി ഉലഞ്ഞിരിക്കുന്നു. ഒരു മാസം കൊണ്ട് തന്നെ ഈ സർക്കാരിനെ ജനങ്ങൾ മടുത്തിരിക്കുന്നു. ഒരു മാസം കൊണ്ട് തന്നെ പിണറായി വിജയൻ സർക്കാർ എത്രത്തോളം ഈ നാടിന് വേണ്ട അല്ലെങ്കിൽ ഈ നാട് ആഗ്രഹിച്ച ഭരണമാണ് കാഴ്ചവെച്ചിരുന്നത് എന്നുള്ള വസ്തുത അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കൊടുങ്കാറ്റ് പോലെ LDF ഈ കേരളം പിടിച്ചടക്കുമെന്ന് അവർക്ക് നന്നായി അറിയാം. അപ്പൊ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ പിന്നെ ചെയ്യേണ്ടത് പ്രതിപക്ഷത്തിരുന്നപ്പോഴൊക്കെ UDF നടത്തിയത് പോലുള്ള പല വ്യാജ പ്രചരണങ്ങൾ നടത്തണം. അതേ രീതിയിൽ തന്നെയുള്ള തരം താഴ്ന്ന പല രീതിയിലുള്ള സംഭവങ്ങൾ, സൈബർ ആക്രമണങ്ങൾ നടത്തണം. അതാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ സൈബർ ആക്രമണത്തിന് വ്യക്തമായ മറുപടി എന്തായാലും ഇന്ന് ആ MLA കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യണം. ഇതിപ്പോ ഈ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയതിന്റെ പേരിൽ അദ്ദേഹത്തെ ഇനിയിപ്പോ വേറെ രീതിയിൽ വേട്ടയാടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കേട്ടോ. കാരണം അങ്ങനെയൊക്കെ ഒരു രീതിയിലാണ് ഈ പറയുന്ന പോരാളി വാസുമാരുടെയൊക്കെ മുന്നോട്ട് പോക്കെ. അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആദ്യം ചെയ്യേണ്ടത് വസ്തുതകൾ നിരത്തിക്കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ ഇതിന്റെ റിയാലിറ്റി തുറന്നു കാട്ടുക എന്നുള്ളതാണ്. എന്തായാലും മാതൃകാപരമായിട്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. രാഷ്ട്രീയക്കാർ അവര് നല്ല ഡ്രസ്സ് ധരിക്കാൻ പാടില്ല, നല്ല ചെരിപ്പിടാൻ പാടില്ല, സിനിമ കാണാൻ പോകാൻ പാടില്ല, എന്തൊക്കെ ചെയ്താലും വിമർശനത്തിന് വിധേയരാകും. അവരും എന്താ മനുഷ്യരല്ലേ? എന്തായാലും ഇദ്ദേഹത്തിന്റെ ഈ മറുപടി, ആ മറുപടി ഇവർ അർഹിക്കുന്നതാണെന്നത് മാത്രമല്ല, ആ മറുപടിയിൽ നിന്ന് ഇവർ നന്നാകുമെന്ന് MLA-ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മോഹം ഉണ്ടെങ്കിൽ അത് ഒരു വ്യാമോഹമാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.